ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഇത് 22ാമത്തെ പേജിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ. ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യൻസ് മുമ്പുള്ള വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. തൊട്ടുമുമ്പത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യനകത്ത് ആ ടേബിളിൽ ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. തുടർന്ന് തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ ദ എബവ് ടേബിൾ find the position of the numbers that are terms of the respective sequence. അപ്പോൾ ഇതിലെ ടേംസ് ആയ നമ്പേഴ്സ്, കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് ഏതൊക്കെയാണ് ടേംസ് എന്ന് ചെക്ക് ചെയ്യാനായിരുന്നു, ടേംസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിരുന്നു. അപ്പോൾ അതിൽ ഈ പറഞ്ഞ അരിത്തമെറ്റിക് സീക്വൻസിലെ ടേംസ് ആയ നമ്പേഴ്സ്, അതിൻ്റെ പൊസിഷൻ എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കുക. നമുക്ക് ചെയ്ത് നോക്കാം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സീക്വൻസ് 11, 22, 33. ഇതിൽ 132 ഒരു ടേം ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 132. ഈ 132 എത്രാമത്തെ ടേം ആണെന്നാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിനോട് ആദ്യം നമുക്ക് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. d is equal to സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കുന്നു. 22 - 11 ഈക്വൽ ടു 11 എന്ന് കിട്ടി. ഇനി ഈ 132 ഒരു ടേം ആണ്. അപ്പോൾ 132-ൽ നിന്നും നമ്മൾ ഈ ഫസ്റ്റ് ടൈം കുറച്ചാൽ കിട്ടുന്നത് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അത് എത്രാമത്തെ മൾട്ടിപ്പിൾ ആണെന്ന് കണ്ടുപിടിച്ച് ആ ഫസ്റ്റ് ടൈമിൻ്റെ ഒരു പൊസിഷൻ മാറിയിട്ടായിരിക്കും ഉണ്ടാവും. ഫസ്റ്റ് ടൈം കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിയാൽ നമുക്ക് കറക്റ്റ് എത്രാമത്തെ ടൈം ആണെന്ന് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി 132 - 11 ഈക്വൽ ടു 121 എന്ന് കിട്ടും. അപ്പോൾ 121 ഇതിലെ ഒരു ടൈം ആണ്. ഇനി നോക്കേണ്ടത്, അപ്പോൾ 121 എന്തായാലും ഈ കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ 121 ഡിവൈഡഡ് ബൈ 11 ചെയ്തു ഈക്വൽ ടു നമുക്ക് 11 എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ടേം അതിനെ മാറ്റി വെച്ചിട്ട് പിന്നീടുള്ള 11ാമത്തെ പൊസിഷനിലായിരിക്കും, 11ാമത്തെ പൊസിഷനിലായിരിക്കും ഈ 132 വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമും കൂടെ നമ്മൾ കൂട്ടുവാണെങ്കിൽ 12ാമത്തെ പൊസിഷനിലായിരിക്കും ഈ 132 എന്ന നമ്പർ ഉണ്ടാവുക. അപ്പോൾ 132 is the 12th term. 132 is the 12th term of this sequence. ഈ സീക്വൻസിൻ്റെ, ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സമാന്തര ശ്രേണിയുടെ 12ാമത്തെ പദമായിരിക്കും 132. നമ്മൾ ചെയ്ത വഴി ആദ്യം നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് വെച്ചു. അതിനുശേഷം നമുക്ക് കണ്ടുപിടിക്കുന്ന ടൈം ഈ 132, അതിൽ നിന്നും ഫസ്റ്റ് ടൈം കുറച്ചാൽ കിട്ടുന്ന നമ്പർ അത് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അങ്ങനെ മൾട്ടിപ്പിൾ ആണെങ്കിലേ ആ നമ്പർ ഇതിലെ ഒരു ടേം ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ അത് എത്രാമത്തെ ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ കുറച്ച് കിട്ടിയ 121-നെ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ആ കോമൺ ഡിഫറൻസ് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന നമ്പർ ഇവിടെ നമുക്ക് 11 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ടൈമിനെ മാറ്റി വെച്ചിട്ട് പിന്നെയാണ് നമുക്ക് ഈ 11 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടൈം കൂടെ കൂട്ടിയാൽ, അപ്പം ഫസ്റ്റ് ടൈം അല്ലാതെ 11ാമത്തെ ടൈമാണ് ഈ 132. അപ്പോൾ മൊത്തത്തിൽ ആ സീക്വൻസിൽ നോക്കുമ്പോൾ അതിൻ്റെ 12ാമത്തെ ടൈം ആയിരിക്കും 132 ഈസ് ദ 12th ടൈം ഓഫ് ദിസ് സീക്വൻസ്. ഇനി ഇതിലെ അടുത്ത സീക്വൻസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ 12, 23, 34. ഇതിലെ ടൈം 100 ഒരു ടൈം ആണോ എന്ന് നോക്കാനാണ് മുമ്പത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത്. അപ്പോൾ 100 ഒരു ടൈം ആണെന്ന് നമുക്ക് കിട്ടിയത്. ഇനി ഈ 100 എത്രാമത്തെ ടൈം ആണെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആദ്യം നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. d is equal to 23 - 12 ഈക്വൽ ടു 11. ഇവിടെയും 11 ആണ് കോമൺ ഡിഫറൻസ്. ഇനി വേണ്ടത് ഈ 100 നിന്നും ഫസ്റ്റ് ടൈം കുറയ്ക്കുക. 100 - 12 ഈക്വൽ ടു 88 എന്ന് കിട്ടി. ഈ 88 കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണ്. പക്ഷേ എത്രാമത്തെ മൾട്ടിപ്പിൾ ആണ് നമുക്ക് നോക്കണം. അപ്പോൾ 88 ഡിവൈഡഡ് ബൈ 11 ഈക്വൽ ടു 8 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ടൈം കഴിഞ്ഞാൽ പിന്നെയുള്ള 8ാമത്തെ ടൈം ആയിരിക്കും ഈ 100. ഫസ്റ്റ് ടൈം കഴിഞ്ഞാൽ 8ാമത്തെ പൊസിഷനിലായിരിക്കും, 8ാമത്തെ ടൈം ആയിരിക്കും ഈ 100. അപ്പോൾ ശരിക്കും ഈ സീക്വൻസിൻ്റെ 9ാമത്തെ ടൈം ആയിരിക്കും. ഫസ്റ്റ് ടൈമിൽ ഒരു ടൈം ആയിട്ട് കൂട്ടി, അപ്പോൾ 9ാമത്തെ ടൈം ആയിരിക്കും ഈ 100. അപ്പോൾ 100 ഈസ് ദ 9th ടൈം ഓഫ് ദിസ് സീക്വൻസ്. 100 ഇതിലെ 9ാമത്തെ, ഈ സീക്വൻസിലെ, ഈ സമാന്തര ശ്രേണിയിലെ 9ാമത്തെ പദമാണ്. ഇനി എൻ്റെ തേർഡ് ക്വസ്റ്റ്യൻ
21, 32, 43 എക്സെട്ര. ഇതിൽ 1000 ആണ് 1000. 1000 ഇതിലൊരു ടേം ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ 1000 എത്രാമത്തെ ടേം ആണെന്ന് നോക്കണം. അപ്പോൾ പഴയ പോലെ തന്നെ ആദ്യം കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 32 മൈനസ് 21 ഈക്വൽ ടു ഇവിടെയും 11 തന്നെയാണ് കോമൺ ഡിഫറൻസ്. ഇനി വേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ടൈം 1000 ആണ്. അതിൽ നിന്നും ഫസ്റ്റ് ടൈം കുറയ്ക്കുക. 1000 മൈനസ് 21 ഈക്വൽ ടു 979 ആണ് ആ നമ്പർ. അപ്പോൾ ഫസ്റ്റ് ടൈമിനെ മാറ്റി വെച്ചു. ഈ 979 ഇവിടുത്തെ കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ 979 ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് 11 ഈക്വൽ ടു നമുക്ക് 89 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം മാറ്റി വെച്ചാൽ തുടർന്ന് വരുന്നതിൽ 89ാമത്തെ ടൈമാണ് ഈ 1000. അപ്പോൾ ഈ സീക്വൻസിൻ്റെ 90ാമത്തെ ടൈം ആയിരിക്കും 1000. ഫസ്റ്റ് ടൈം കൂടെ കൂട്ടി പൊസിഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ 100 is the 90th term of this sequence. 1000 ഈ സമാന്തര ശ്രേണിയിലെ 90ാമത്തെ പദമാണ്. ഇനി ഇതിലെ 4ാമത്തെ 1/4, 1/2, 3/4. ഇവിടെ 3 ആണ്. 3 ഉണ്ട്, 4 ഉണ്ട്. നമുക്ക് ആദ്യം 3 ചെയ്യാം. അപ്പോൾ ആദ്യം പഴയ പോലെ തന്നെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. d ഈക്വൽ ടു 1/2 മൈനസ് 1/4 ഈക്വൽ ടു 1 into 4, 4 minus 1 into 2, 2 divided by 2 into 4 equal to 4 minus 2, 2 divided by 8 equal to 1/4. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 1/4 ആണ്. ഇനി നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് 3 ആണ്. 3 ഇതിലെ ഒരു ടൈം ആണോ? അപ്പോൾ 3യിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ടൈം കുറച്ചു. 3 മൈനസ് ഫസ്റ്റ് ടൈം 1/4. 4 into 3, 12. 12 minus 1, 11/4. ഇനി നോക്കേണ്ടത് ഈ 11/4 എന്നുള്ളത് അതിൻ്റെ എത്രാമത്തെ മൾട്ടിപ്പിൾ ആണ്, കോമൺ ഡിഫറൻസിൻ്റെ എത്രാമത്തെ മൾട്ടിപ്പിൾ ആണ് ഇത് എന്ന് നോക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് കോമൺ ഡിഫറൻസും ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 11/4 ഡിവൈഡഡ് ബൈ 1/4 ഈക്വൽ ടു 11/4 ഇൻറ്റു റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4/1, 4ഉം കട്ടായി പോയി ഈക്വൽ ടു 11/1, 11 എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ടൈം മാറ്റി വെച്ചിട്ട് 11th ടൈമാണ് 3. അപ്പോൾ ഈ സീക്വൻസിൻ്റെ 11 + 1 12th ടൈം ആയിരിക്കും ഈ 3 എന്ന് പറയുന്ന നമ്പർ. 3 ഈസ് ദ 12th ടൈം ഓഫ് ദിസ് സീക്വൻസ്. 3 ഇതിലെ 12ാമത്തെ പദമാണ്. ഇനി ഈ ക്വസ്റ്റ്യനിൽ തന്നെ 3 ഇതിലെ ടൈമാണ്, നമുക്ക് 12ാമത്തെ ടൈമാണെന്ന് കിട്ടി. ഇനി 4ഉം ഇതിലെ ഒരു ടൈമാണ്. അപ്പോൾ 4 എത്രാമത്തെ ടൈമാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ പഴയ പോലെ തന്നെ 4 മൈനസ് ഫസ്റ്റ് ടൈം കുറച്ച് നോക്കുന്നു 1/4 ഈക്വൽ ടു 4 into 4, 16. 16 minus 1, 15. 15/4. അപ്പോൾ 15/4 കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ അത് എത്രാമത്തെ മൾട്ടിപ്പിൾ ആണ് നമുക്ക് നോക്കാം. 15/4 ഡിവൈഡഡ് ബൈ 1/4 ഈക്വൽ ടു 15/4 ഇൻറ്റു 4/1. 4ഉം ഈ 4ഉം കട്ട് ചെയ്തു. 15/1 ഈക്വൽ ടു 15 ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈം മാറ്റി വെച്ചാൽ 15ാമത്തെ കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണ് ഈ 4. അപ്പോൾ ഫസ്റ്റ് ടൈം കൂടെ ഉൾപ്പെടുത്തിയാൽ ഈ സീക്വൻസിൻ്റെ 16ാമത്തെ ടൈം ആയിരിക്കും. 4 ഈസ് ദ 16th ടൈം ഓഫ് ദിസ് സീക്വൻസ്. 4 ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സമാന്തര ശ്രേണിയുടെ 16ാമത്തെ പദം ആയിരിക്കും. ഇനി ഇതിലെ 5ാമത്തെ സീക്വൻസ് 3/4, 1 1/2, 2, 1/4. ഇതിൽ 3 ഒരു ടൈമാണ്. എത്രാമത്തെ ടൈമാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 3 വരെ. അപ്പോൾ ഇവിടെ നമ്മൾ കോമൺ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ 1/1, 1 1/2 അതിനെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് വിഷമഭിന്നമായിട്ട് എഴുതുവാണെങ്കിൽ 2 into 1, 2, 2 + 1, 3. അത് 3/2 എന്നായി. മൈനസ് ഫസ്റ്റ് ടൈം 3/4 ആണ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 4, 12 മൈനസ്
3 into 2, 6 divided by 2 into 4, 8 equal to 12 ൽ 6 കുറച്ചു 6, 6 by 8 equal to നമുക്ക് ചെറുതാക്കാം 3 by 4. ഇനി നമുക്ക് ആ 3ൽ നിന്നും ഫസ്റ്റ് ടൈം കുറയ്ക്കാം. 3 minus 3 by 4. 3 into 4 12. 12 minus 3 9. 9 by 4 എന്ന് കിട്ടും. അപ്പോൾ ഈ 9 by 4 കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ എത്രാമത്തെ മൾട്ടിപ്പിൾ ആണ് നോക്കണം. അപ്പോൾ 9 by 4 ഡിവൈഡഡ് ബൈ നമ്മുടെ കോമൺ ഡിഫറൻസ്, അതായത് 3 by 4 ഈക്വൽ ടു 9 by 4 ഇൻറ്റു 4 by 3. 3 3 4 4 കട്ട് ചെയ്യുന്നു. ഈക്വൽ ടു 9 by 3 ഈക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടൈം മാറ്റി വെച്ചാൽ പിന്നെ ഉള്ള കോമൺ ഡിഫറൻസിൻ്റെ മൂന്നാമത്തെ രീതിയിലൊരു ടേമാണ്. അപ്പോൾ ഇവിടെ 3 എന്ന് പറയുന്നത് ഒരു ടേമാണ്. ഫസ്റ്റ് ടൈം കഴിഞ്ഞിട്ട് കോമൺ ഡിഫറൻസിൻ്റെ മൂന്നാമത്തെ മൾട്ടിപ്പിളാണ്. അപ്പോൾ ശരിക്കും ഈ സീക്വൻസിൻ്റെ നാലാമത്തെ ടേം ആയിരിക്കും ഈ 3. 3 ഈസ് ദ ഫോർത്ത് ടേം ഓഫ് ദിസ് സീക്വൻസ്. 3 ഈ സമാന്തര ശ്രേണിയുടെ നാലാമത്തെ പദമാണ്.